ഹലോ, നമസ്കാരം. ഒരുപാട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു വിഷയമാണ്. സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ഒരുപാട് ആളുകൾ ഈ ഒരു വൃത്തികെട്ട എന്ന് തന്നെ പറയണം, ഈ ഒരു വൃത്തികെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു വൃത്തികെട്ട ബുദ്ധിമുട്ട്, ഈ ഒരു വൃത്തികെട്ട പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട കുറെ ആൾക്കാർ ഉണ്ടാവും. ഭാഗ്യവന്മാര്, ഭാഗ്യവതികള് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇപ്പോഴും ഇതിലൂടെയൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ട്. അനുപമ പരമേശ്വരൻ, ആളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ആൾക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും പ്രയാസത്തെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ടോക്സിക് റിലേഷൻഷിപ്പ്, നാർസിസ്റ്റിക് അബ്യൂസ്. മോനെ, ഈ നാർസിസ്റ്റിക് അബ്യൂസ്, നാർസിസം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, പണ്ടൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് ഞാനൊന്ന് വായിച്ചു നോക്കി. ഇതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാരുടെ വീഡിയോസ് കണ്ടു നോക്കി. കേട്ടോണ്ടിരിക്കുന്ന എനിക്ക് തന്നെ ഭയങ്കരമായൊരു പേടിയും പ്രയാസമൊക്കെ തോന്നാൻ തുടങ്ങി. കാരണം അത്രയും ഭയാനകരമാണ് ഇവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, പേടി തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആൾക്കാരുടെ പ്രയാസം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സീരിയസ്ലി മാൻ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ പോയിട്ട് ഇതിനെക്കുറിച്ചിട്ടൊന്ന് കേൾക്കണം. ഒരുപാട് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ഈ നാർസിസത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഭീകരമായൊരു ഒരു 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 പ്രശ്നമാണ് ഇത്. നേരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബാധിക്കും, ശാരീരികമായിട്ട് ബാധിക്കും. മൊത്തത്തിലൊരു ഒരു 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 സംഗതിയാണിത്. ഈ ഈ നാർസിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മോ, ഇവര് ഇവരൊരു ഒരു കുറ്റം ചെയ്യാണ്. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചോ, ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇവരെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഇവർക്ക് ഈഗോ ഹേർട്ടാവും. ഇവര് ഇവര് ആയിരത്തെട്ട് ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇരുന്ന് ന്യായീകരിച്ചോണ്ടേയിരിക്കും. അപ്പോ എന്താ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള ആളുകളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ വാദിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, ഈ വാദിക്കാൻ ഇരിക്കുന്ന ആളുടെ എനർജി മൊത്തത്തിൽ ഡ്രെയിൻ ആയി പോകും. ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയി പോകും, മാനസികമായിട്ട് ബാധിക്കും. നമ്മൾ തളർന്നു പോകുന്നൊരു അവസ്ഥയാണ്. ഇപ്പൊ തന്നെ ഏകദേശം ഈ നാർസിസ്റ്റുകളുടെ ഒരു ഒരു സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ആളുകൾ പുറത്തു കൊടുക്കുന്നൊരു ഇമേജ് ഉണ്ട്. അതായത് ഭയങ്കര സൽസ്വഭാവിയാണ്, നല്ല മനുഷ്യൻ, നല്ല ബിഹേവിയർ, ഇങ്ങനൊരു ഇമേജ് ആയിരിക്കും ഇവര് പുറത്തു കൊടുക്കുന്നത്. ഇവർക്ക് ഇവരുടെ ഇമേജിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ഉണ്ട്. അതായത് ഇവരെ കുറിച്ച് ധരിക്കുന്നത് ഇവര് ഭയങ്കര പെർഫെക്റ്റ് ആണ്, 100% പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇവര് ഭയങ്കര സംഭവമാണ്, ഇവരാണ് എല്ലാം എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ആക്ച്വലി ഉണ്ട്. അപ്പൊ ഇവര് പരമാവധി ഇവരുടെ ഈ ഒരു ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇവർക്ക് ആ ഇമേജിൽ എന്തെങ്കിലും കോട്ടം തട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് എങ്ങനെയെങ്കിലും ഒക്കെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒരു നേച്ചർ. ഞാനൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഈ നാർസിസത്തെ കുറിച്ച് സംസാരിച്ചിട്ട് പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ട്ണർ നാർസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടു. കാരണം ഇവരെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. ഇവര് നമ്മളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഭയങ്കരമായിട്ട്. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് ഉണ്ടാവണം, അങ്ങോട്ടും തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അവിടെ ഇങ്ങോട്ടും തെറ്റ് പറയാൻ പറ്റണം, ഇത് അംഗീകരിക്കാൻ വേണ്ടി പറ്റണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇവിടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ നാർസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പരിപാടികളൊന്നും വർക്കാവില്ല. ഇവര് നമ്മളെ ഇങ്ങനെ വെറുപ്പിച്ചോണ്ടേയിരിക്കും, നമ്മളെ ഇങ്ങനെ ഭരിച്ചോണ്ടേയിരിക്കും, നമ്മുടെ മേലിൽ ഇങ്ങനെ ഓരോ അവരുടെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്നുള്ള രീതിയിൽ അവർ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മേളിൽ അവർ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ ചെയ്യണ കുറ്റവും നമ്മുടെ തലയ്ക്ക് കൊണ്ടുവന്നിട്ട് വെച്ച് തന്നുകൊണ്ടേയിരിക്കും. അപ്പോ
കല്യാണം കഴിക്കുന്ന ഒരു നാർസിസിസ്റ്റിനെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച പോലും ഇവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നുള്ളതാണ്. ഇവര് അമ്മാതിരി ലെവലിൽ നമ്മളെ വെറുപ്പിച്ചങ്ങ് കളയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ രീതിയിലും ഒരു സംഗതി വേണം. അത് ഇത്തരത്തിലുള്ള ആൾക്കാരെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി, ഇതൊന്നും വർക്കാവൂല. കാരണം ഇങ്ങോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവര് റേഡിയോ ഇങ്ങോട്ട് പറയണം, നമ്മൾ കേൾക്കുക, ഇങ്ങനെ കേൾക്കുക, അനുസരിക്കുക, ഇങ്ങനെ പോവുക. അവരുടെ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി നിങ്ങൾ നോക്കി നോക്കിയേ, നടക്കില്ല മോനെ, നടക്കില്ല. നടക്കില്ല എന്ന് മാത്രമല്ല, അവര് ന്യായീകരിച്ച് അവരാണ് ശരിയെന്ന് വരുത്തി തീർക്കുക മാത്രമല്ല ചെയ്യുക, അവര് നമ്മൾ ചൂണ്ടിക്കാണിച്ച തെറ്റ് നമ്മുടെ ഭാഗത്താന്ന് പറഞ്ഞ് വരെ തലയ്ക്ക് വെച്ച് തരൂര്. ഇതാണ് ഇവരുടെ ഒരു 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 സംഗതി എന്ന് പറയണത്. പിന്നെ എല്ലാം ഇവരിലൂടെ വേണം നടക്കാൻ. ഒന്നും നമ്മുടെ ഇതിനെയൊന്നും അംഗീകരിച്ചൊന്നും തരില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു 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 സ്ഥലത്ത് പോയി നമ്മൾ രക്ഷപ്പെട്ടു, ഒരു സ്ഥലത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മൾ അവിടെ തെളിയിച്ചു എന്നിരിക്കട്ടെ. അത് നമ്മളിപ്പോ ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരത് അതിനെയൊക്കെ പുച്ഛിക്കും, അല്ലെങ്കിൽ ഇവരതിനെ അക്സെപ്റ്റ് ചെയ്യത്തൊന്നുമില്ല. അവര് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അത് എന്താണ് വേറെ വല്ല രീതിയിൽ ഇവർക്കും കൂടി ക്രെഡിറ്റ് എടുക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇവര് അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ആ രീതിയിലൊക്കെയാണ് അവരുടെ ഒരു 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 സംഗതി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോ എന്താ പറയാ, ഈ അനുപമയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ചങ്ങാതി, ലൈക്ക് അവര് പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു മൂവി പ്രൊമോഷന് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പല സമയത്ത് പല ക്യാരക്ടേഴ്സാണ് കാണിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവരാരെ കുറിച്ചാണ് പറയണമെന്ന് എനിക്കറിയുന്നില്ല. പല ആൾക്കാരും പല ആൾക്കാരുടെയും പേര് പറയുന്നുണ്ട്. പക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അത് ഇവർ ഒഫീഷ്യലി പറയാത്തോടത്തോളം കാലം വെറുതെ ഒരു റൂമർ അല്ലെങ്കിൽ വെറുതെ ഒരു ഒരു ഇത് വെച്ച് പറയുന്നത് ശരിയല്ലല്ലോ. അത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ നമിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ആളെ പറയുന്നില്ല. പക്ഷെ അവർ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവും ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതിനിപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോളണം തന്നെ, അതായത് ഈ പറഞ്ഞ ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിക്കോളണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പാരന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചർ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അത് പല ഏരിയാസ് നിന്നും പല ആളുകളുടെ ഭാഗത്തുനിന്നും പലരും ഈ ഒരു നാർസിസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു റിയാലിറ്റി. പിന്നെന്താണ്, വേറൊരു സംഗതി ഉണ്ട് ഇവരുടെ സ്വഭാവം. ഇവരുടെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഭീകരമായ ഒരു സംഗതിയാ. ലവ് ബോംബിങ്, എന്താണ് ഹൂവിങ്, അങ്ങനെ എന്തോ പറയും. അതേപോലെ ഗ്യാസ് ലൈറ്റിങ്, ഇതൊക്കെ ഇവർ ചെയ്യുന്ന പരിപാടികളാണ്. അതിനെ കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് അടിപിടി കൂടി എന്ന് വെച്ചോ, അടിപിടി കൂടി, നാർസിസം എന്ന് തന്നെയാണോ അതിനെ പറയുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ ഞാനൊരു സിറ്റുവേഷൻ പറയാം. നമ്മളിപ്പോ ഒരാളായിട്ട് അടികൂടി ബഹളായി നമ്മൾ പിണങ്ങി മാറിയിരുന്നു എന്ന് വെച്ചോളൂ, നമ്മൾ അവരായിട്ട് തെറ്റി മാറിയിരുന്നു എന്ന് വെച്ചോളൂ. അവര് നമ്മളെ എങ്ങനെയെങ്കിലും പിന്നെ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടിടും, വീണ്ടും ആ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവന്നിട്ടിടും, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ. അതൊക്കെ അവരുടെ ഒരു ടെക്നിക്കുകളുണ്ട്. ഭീകരമായ മനുഷ്യന്മാരാണ് ഇവര്. നമ്മളെ വീണ്ടും അതിൻ്റെ ആ കിണറ്റിലേക്ക് കൊണ്ടുവന്നിട്ടിടും. മനസ്സിലായില്ലേ? അവര് സ്നേഹിച്ച് ഭയങ്കര സ്നേഹവും ഭയങ്കര കെയറിങ്ങും ഒക്കെ കാണിച്ച് വീണ്ടും ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടോണിലേക്ക് വരും. അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് വിചാരിക്കും, നല്ല സ്നേഹം, താരില്ല, പോട്ടെ, മാപ്പ് കൊടുക്കാം, എന്താണ് കുറച്ചു നാളും കൂടി ഇങ്ങനെ പോവാ, നോക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് നിന്ന് അങ്ങനെ മുമ്പോട്ട് പോകും. വീണ്ടും റിപ്പീറ്റ്, വീണ്ടും പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നു, കൺഫ്യൂസ് ചെയ്യുന്നു, വെറുപ്പിക്കുന്നു, മാനസികമായിട്ട് ഉപദ്രവിക്കുന്നു, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു, ഇങ്ങനെ പോകുന്നു. വീണ്ടും നമ്മൾ പടങ്ങുന്നു, മാറിയിരിക്കുന്നു. വീണ്ടും അവര് എന്താ പറയാ, പ്രേമിക്കുന്നു, ലവ് കാണിക്കുന്നു, വീണ്ടും അവരുടെ കുഴിയിലേക്ക് പിടിച്ച് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഉള്ളിലുള്ള നടക്കുന്ന പരിപാടി. ഇതൊന്ന് ഊരാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോനെ ഭീകര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ഭയങ്കര സുഖമായിരിക്കും. ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ അകത്തുനിന്ന് ഊരാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പുനർജന്മം കിട്ടി എന്നാണ് ഞാൻ പറയുക. മനസ്സിലായില്ല? കാരണം അമ്മാതിരി ടോർച്ചറായിരിക്കും ഇവരെ കൊണ്ട് അനുഭവിക്കേണ്ടി വരിക. ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയുമ്പോൾ കണക്ട് ആവും, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. അല്ലാത്ത ആളുകൾക്ക് ഇതെന്ത് പുല്ലാണ് എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇതെന്തെന്ന് പറയും, ഇതൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ ഞാനൊരു നാർസിസ്റ്റിക്
ആ ആളുടെ എന്നൊരു ഉപദ്രവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറൊരാളുടെ അടുത്ത് പോയി പറയുമ്പോൾ അവർക്ക് ഈ ഒരു പ്രയാസം എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഇനി വേറൊരു ദുരിതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആളിനെ ഈ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ആളുടെ അടുത്ത് നമ്മൾ ഇവരെ കുറിച്ച് പറയാൻ പോയാലും അവര് പറയണത് വിശ്വസിക്കില്ല. നമ്മളെന്തോ നുണ പറയണതാന്ന് വിചാരിക്കുള്ളൂ. കാരണം എന്താ, ഇവര് ഈ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആളുകൾ അവരുടെയൊക്കെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് സൽസ്വഭാവി ഇമേജാ. മനസ്സിലായ? അവര് ഇത്തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് ആർക്കും മനസ്സിലാവത്ത പോലും ഇല്ല. ബിക്കോസ് ഇവര് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ടായിരിക്കും പുറത്ത് അറിയപ്പെടുന്നതും കാണപ്പെടുന്നതും ഒക്കെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ഇതിൽ വിക്ടിം എത്രത്തോളം അനുഭവിക്കുന്നുള്ളത്. ഇവർക്ക് ഒന്നാമത് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആരും അണ്ടർസ്റ്റാൻഡ് ചെയ്യൂല്ല. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് അനുഭവിക്കുന്ന ആൾക്കാര് നിങ്ങൾ ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുക. ഇതിനൊരു ശാശ്വത പരിപാടി ഇല്ല. അതായത് ആള് നന്നാവും എന്നുള്ളൊരു സംഗതി ഇല്ല. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ആള് നന്നാവും എന്നുള്ളൊരു സംഗതി ഒന്നുമില്ല. അവര് ഇങ്ങനെ പോവും, നിങ്ങളെ വെറുപ്പിക്കും, വീണ്ടും അവര് നിങ്ങളെ പ്രേമിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ആ നന്നായി അയാള് പാവം സ്നേഹം കൊണ്ടല്ലേ ഇഷ്ടം കൊണ്ടല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ വീണ്ടും ആ കിണറ്റിൽ പോയിട്ട് ചാടും. വീണ്ടും ഈ സാധനം റിപ്പീറ്റ് ആവും. അവര് വെറുപ്പിക്കും, നമ്മളെ ബോസിയായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറും. എന്താ പറയുക, പിന്നെ അടിപിടി, അവര് തെറ്റ് സമ്മതിക്കില്ല. ഇങ്ങനെ 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 പോയി ഇങ്ങനെ ആ ലൂപ്പിൽ കടന്ന ഒരു കറങ്ങും. ആദ്യത്തെ 2 റൗണ്ട് കറങ്ങുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഏകദേശം ഒരു 8 റൗണ്ട് ആകുമ്പോഴേക്കും ഇത് അനുഭവിക്കണവന്റെ കിളിയും വടിയൊക്കെ കൂടിയിട്ട് പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് അത്രയും പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് ഞാൻ പറഞ്ഞല്ലോ, രക്ഷപ്പെട്ട ആൾക്കാർ രക്ഷപ്പെട്ടു. ഇതിന്റെ അകത്ത് ഇപ്പോഴും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഊരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പാർട്ട്ണറെയും കൊണ്ട് ഏതൊക്കെ തരത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ശാരീരികമായിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് അയച്ചിട്ടുള്ള മെസ്സേജുകളും ഫോണിലായിക്കോട്ടെ സംസാരിച്ചിട്ടുള്ള സംഗതികളും അതേപോലെ നേരിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഇവരുടെ ഒരു ബിഹേവിയർ, ഇവർ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ, ഇവർ കാരണം നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൂഫ് എന്ന് പറഞ്ഞ സംഗതി സംഘടിപ്പിച്ച് വെക്കുക. കാരണം നിങ്ങൾക്ക് അത് ഹെൽപ്പാവും. നിങ്ങൾ കേസ് കൊടുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, നിയമപരമായിട്ട് നീങ്ങിയിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒന്ന് ഊരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? കാരണം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കെട്ടിത്തൂങ്ങി ചാവാനുള്ള ഒരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്താണ് പറയുക ഇഞ്ചിഞ്ചായി നേറിയിട്ട് ചാവുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതൊന്നും ഊരിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ബിഹേവിയറുകൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പ്രൂഫുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരിട്ടുള്ള സംസാരം, രീതികൾ, പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്യുക. ഒന്നും നോക്കണ്ട, റെക്കോർഡ് ചെയ്യുക. ഓഡിയോ റെക്കോർഡ് ചെയ്യുക, വീഡിയോ റെക്കോർഡ് ചെയ്യുക, എവറിത്തിങ്. കാരണം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് പ്രൂവ് ചെയ്യണ്ടേ പണ്ടാരം? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഊരണം എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂഫ് വേണം. അപ്പൊ ഇത് ശേഖരിച്ച് വെക്കുക, ഊരുക, വീട്ടുകാരുടെ അടുത്ത് ഷെയർ ചെയ്യുക, വീട്ടുകാർ ഇത് കാണിച്ചു കൊടുക്കുക, അവരെ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക, ഇത് വിത്ത് പ്രൂഫ് കാണിച്ചു കൊടുക്കുക, കൂട്ടുകാരുടെ അടുത്ത് വിത്ത് പ്രൂഫ് പറഞ്ഞു കൊടുക്കുക. ഈ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതൊക്കെ ഒന്ന് കേൾക്കാനും കൂടിയുമുള്ള മര്യാദ, മാനസികാവസ്ഥ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുക, പ്രൂഫ് കാണിക്കുക, പോലീസ് സ്റ്റേഷനിൽ കാണിക്കുക, നിയമപരമായിട്ട് നീങ്ങുക, ഇതിൻ്റെ അകത്തുനിന്ന് ഊരുക എന്നുള്ളതാണ്. അതായത് നല്ല ചൂട് കാലത്ത് പൊള്ളി വേർത്ത് പിണ്ടിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു AC ഉള്ള റൂമിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നല്ല സുഖമായിരിക്കും, നല്ല സുഖമായിരിക്കും. ആ ഒരു സുഖമാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾക്ക് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഇത് നാർസിസം മാത്രമാണോ ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും എനിക്ക് അറിയില്ല. എന്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു. ഇനി നാർസിസവും പരിപാടിയൊക്കെ മാറ്റി വെക്കി ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയേണ്ട കാര്യമില്ല. മുമ്പും ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ്. തുണി എടുക്കുന്നത് വരെ ഇവര് തീരുമാനിക്കും എന്തിടണം, എന്താണ്, എപ്പോ ഏത് സമയത്ത് പോകണം പുറത്തേക്ക്, അല്ലെങ്കിൽ ആരോടും മിണ്ടണം, ആരോടും മിണ്ടരുത്, ഒരു സ്പേസ് കൊടുക്കില്ല, ഒരു പരിപാടി ഇല്ലാത്ത കുറെ മൈത്താണ്ടികൾ വേറെ ആക്ച്വലി ഉണ്ട്.
അപ്പോ ഇതൊക്കെ കെയറിങ് കൊണ്ടാണ്, വേറെ വല്ല മാങ്ങാത്തൊലികൾ കൊണ്ടാണ് എന്ന് വിചാരിക്കുന്ന പാവം പിടിച്ച ആളുകളുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് സിമ്പതി മാത്രമേ ഉള്ളൂ. അപ്പോ തുടക്കം തന്നെ നിങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളെന്നുണ്ടെങ്കിൽ മുളയിലേ നുള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് വർക്കാവൂല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നൈസനെ ഊരുക. അപ്പുറത്തുള്ളവൻ തേച്ചു മായ്ച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരിക്കും. പക്ഷെ അതൊന്നും വിഷയമാക്കണ്ട. ലൈഫ് നിങ്ങളെയാണ്. ഇങ്ങനെയുള്ള നാറികളുമായിട്ട് ജീവിച്ച് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങൾ മാനസികമായിട്ടും പണ്ടാറടങ്ങി പോവും, ശാരീരികമായിട്ടും പണ്ടാറടങ്ങി പോവും. അപ്പോൾ ഞാനിത് കോമൺ ആയിട്ടാട്ടോ പറയുന്നത്. ഞാൻ ഈ അനുപമയുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയത്തിലേക്കൊന്നും അല്ല കയറിയിട്ട് ഇറങ്ങിച്ചെല്ലുന്നത്. എനിക്ക് ആരുടെയും പേഴ്സണൽ പരിപാടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ യാതൊരു താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അവർ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ വിഷയം എനിക്ക് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ്. ഇത് കോമൺ ആയിട്ട് ആ ഒരു വിഷയം ഒരുപാട് ആൾക്കാർ ഈ സൊസൈറ്റിയിൽ നേരിടുന്നതായതുകൊണ്ട് തന്നെ, ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ ഇവരാരെ കുറിച്ചാണ് സംസാരിച്ചതെന്നൊന്നും എനിക്ക് അറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് അവരുടെ റിലേഷൻഷിപ്പ് എന്താണ്, അവർക്ക് പേര് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ പറയേണ്ടത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇവിടെ വിഷയം അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആര് എന്നുള്ളതല്ല. അതിന് പ്രാധാന്യമുണ്ടോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. ഇവിടെ ഈ വിഷയത്തിന്റെ ഗൗരവമാണ് പ്രാധാന്യം. അത് ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള വഴികൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിലേക്കുള്ള വഴികൾ നോക്കുക എന്നുള്ളതൊക്കെയാണ്. ഈ നാർസിസ്റ്റിക് അബ്യൂസ് ഒക്കെ നേരിട്ടതിന് ശേഷം നല്ലൊരു കൗൺസിലിങ്ങിന് പോവുക, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. ഈ പറഞ്ഞ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണണം, നിങ്ങൾ കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ അവരുടെ ഹെൽപ്പും കൂടി തേടണം. എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം അവരും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായ? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു മെന്റൽ ഹെൽത്ത് കിട്ടാൻ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നേരിടുന്ന ആളുകളൊക്കെ ഇതിന്ന് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഇത് ഒരു സൈക്കോളജിസ്റ്റിനെ, സൈക്യാട്രിസ്റ്റിനെ ഒക്കെ കണ്ടിട്ട് നിങ്ങളൊരു കൗൺസിലിംഗ് എടുത്ത് ഒന്ന് ഹെൽപ്പ് തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്.